ലോകത്തിലെ ഏറ്റവും മനോഹരമായ കോസ്റ്റൽ ഡ്രൈവുകളിലൊന്നായ ചാപ്മാൻസ് പീക്ക് ഡ്രൈവ് സൗത്ത് ആഫ്രിക്കയിലെ കേപ്പ് ടൗണിലുള്ള ഈ ഡ്രൈവിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഈ എപ്പിസോഡിൽ കവർ ചെയ്യുന്നത്. ഇത് മുമ്പത്തെ എപ്പിസോഡുകളിലെ കണ്ടിന്യൂവേഷൻ വീഡിയോ ആണ്. അപ്പോൾ മുമ്പത്തെ എപ്പിസോഡുകൾ കാണാത്തവർ ഉണ്ടെങ്കിൽ അത് ദയവ് ചെയ്ത് ആദ്യം കണ്ടതിന് ശേഷം ഇത് കാണാൻ ശ്രമിക്കുക. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആഫ്രിക്കയുടെ കൂടുതൽ ട്രാവൽ വിശേഷങ്ങളും അതുപോലെ ടിപ്സും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഈ ചാനലിലൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ നൂർദൂക്ക് ബീച്ചിൻ്റെ വ്യൂ പോയിന്റിൽ പോയി ബീച്ചിൻ്റെ വ്യൂസൊക്കെ കണ്ടു. ഈ എപ്പിസോഡിൽ നമ്മൾ പോകുന്നത് ചാപ്മാൻസ് പീക്ക് ലുക്കൗട്ട് പോയിന്റിലേക്കാണ്. അവിടുത്തെ വിശേഷങ്ങളാണ് നമ്മളിനി കാണാൻ പോകുന്നത്. ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ്. നിങ്ങൾ സൗത്ത് ആഫ്രിക്ക ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ചാപ്മാൻസ് പീക്ക് ഡ്രൈവ് ആഡ് ചെയ്യാൻ മറക്കരുത്. മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണിത്. ഒരു വശത്ത് നീല നിറത്തിലുള്ള അറ്റ്ലാന്റിക് ഓഷ്യനും മറുവശത്ത് ചാപ്മാൻസ് പീക്ക് മലനിരകളുമായിട്ടുള്ള ഈ ഡ്രൈവ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഡ്രൈവ് ചെയ്യേണ്ട ഒരു റോഡ് തന്നെയാണ് കേട്ടോ. ഇനി വരാൻ പോകുന്നതാണ് ചാപ്മാൻസ് പീക്ക് ഡ്രൈവിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ട്രെച്ചുകളിലൊന്ന്. ആ മലയൊക്കെ കാർവ് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടാലുണ്ടല്ലോ നമ്മുടെ കിളി പോകും. അത്രയ്ക്കും മനോഹരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണിത്. നമ്മളിപ്പോൾ ചാപ്മാൻസ് പീക്ക് ലുക്കൗട്ട് പോയിന്റിലെത്തി. ഇനി നമുക്കിവിടെ വണ്ടി പാർക്ക് ചെയ്യാം. നമുക്കിതാ ആ കാണുന്ന പാറയുടെ മുകളിലേക്ക് കയറി പോകാൻ പറ്റും. സൈഡിൽ അതിനുള്ള സ്റ്റെപ്പുകളുണ്ട്. നമുക്ക് അവിടേക്ക് ഇനി പോകാം. ഇതാ കണ്ടോ, മലയുടെ സൈഡിൽ കാർവ് ചെയ്തിട്ടാണ് ഈ റോഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. മറുവശത്ത് കണ്ണത്താ ദൂരത്തോളം നീല നിറത്തിൽ വിരിഞ്ഞു കിടക്കുന്ന അറ്റ്ലാന്റിക് സമുദ്രം. ഭയങ്കര രസമുള്ള വ്യൂസാണ് ഇവിടെ. ഇവിടെ അത്യാവശ്യം നല്ല വിൻഡിയാണ് ഇപ്പോൾ. ചാപ്മാൻസ് പീക്ക് ഡ്രൈവിലൂടെ യാത്ര ചെയ്യുന്ന ഭൂരിഭാഗം ആളുകളും ഇവിടെ വണ്ടി പാർക്ക് ചെയ്ത് ഇവിടുത്തെ വ്യൂസൊക്കെ എൻജോയ് ചെയ്ത് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടാണ് പോകാറുള്ളൂ. നമുക്കിവിടെ ഒരുപാട് ആളുകൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഫോട്ടോസൊക്കെ എടുക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ചാപ്മാൻസ് പീക്ക് ഡ്രൈവിൻ്റെ ചെറിയ ഒരു ഹിസ്റ്ററി അവർ എഴുതി വെച്ചിട്ടുണ്ട് ഇങ്ങനെ.
നമുക്കിനി ആ ലുക്ക് ഔട്ട് പോയിന്റിലേക്ക്, ആ പാറകളുടെ മുകളിലേക്ക് കയറി പോകാം. ഇവിടെ ഇങ്ങനെ പേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മഞ്ഞ അല്ലെങ്കിൽ ബ്രൗൺ കളറിലാണ് ഈ പേയ്മെൻറ്റ്. അത് ഈ ചാപ്മാൻസ് പീക്ക് മലകളുടെ ഗ്രാനൈറ്റ് അല്ലെങ്കിൽ ലൈം സ്റ്റോണുകളെയൊക്കെ മാച്ച് ചെയ്യുന്ന വിധത്തിലുള്ള പേയ്മെൻ്റ് ആണ്. അതുപോലെ തന്നെ കൈവരികളുമുണ്ട്. ആ കാണുന്നതാണ് ഹൗട്ട് ബേ ഹാർബർ. ഹൗട്ട് ബേ ഒരു ഫിഷിംഗ് ടൗൺ ആണ്. അവിടെ പോയാൽ നിങ്ങൾക്ക് സീലുകളെ അഥവാ നീർനായകളെ ഒക്കെ കാണാൻ പറ്റും കേട്ടോ. ഇവിടെ ഇങ്ങനെ സ്റ്റെപ്പുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മുകളിലേക്ക് പോകാനായിട്ട്. ഇവിടെ നിന്നാൽ ഈ റോഡിൻ്റെ അടിപൊളി വ്യൂസ് കിട്ടുന്നതാണ്. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഭാഗ്യമുണ്ടെങ്കിൽ ജൂൺ മുതൽ നവംബർ വരെയുള്ള സമയത്ത് ഇവിടെ സദേൺ റൈറ്റ് വെയിൽസ് തിമിംഗലങ്ങളെ കാണാൻ സാധിക്കുന്നതാണ്. വാവ്, എന്താ രസമല്ലേ കാണാനായിട്ട്. കടലിൻ്റെ നീല നിറവും പിന്നെ മലകളുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ആയിട്ട് ഒരു പെയിൻറ്റിങ് പോലെ മനോഹരമായുള്ള വ്യൂസാണ് ഇവിടെ. ഇനി നമുക്ക് താഴത്തേക്ക് ഇറങ്ങി പോകാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല കാറ്റുണ്ട് ഇവിടെ. സത്യത്തിൽ നേരിട്ട് കാണുന്ന അനുഭവം ക്യാമറയിലൂടെ പകർത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം സ്വന്തം കണ്ണുകൾ കൊണ്ട് കാണുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം അത് ക്യാമറയിൽ പകർത്തിയതിനേക്കാളും അത്ഭുതകരമാണ്. ഇവിടെ ഇങ്ങനെ താഴത്ത് കൈകൊണ്ടുണ്ടാക്കിയുള്ള ആഫ്രിക്കൻ കരകൗശല വസ്തുക്കൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. കാണാൻ ഭയങ്കര രസമുണ്ട് ഇതൊക്കെ. ഇവിടുത്തെ സൺസെറ്റ് കാണണമെന്നുണ്ടായിരുന്നു, പക്ഷേ എനിക്കിന്ന് വൈകിട്ട് റിട്ടേൺ ഫ്ലൈറ്റ് ഉണ്ട് ഇവിടെ നിന്ന് ജോഹന്നസ്ബർഗിലേക്ക്. അതുകൊണ്ട് ഇപ്പോൾ പോയേ പറ്റൂ. ആ കാണുന്നത് ടോൾ കൊടുത്തത് വീണ്ടും ചെക്ക് ചെയ്യുന്ന ഒരു ചെറിയൊരു ചെക്ക് പോയിന്റ് ആണ്. അതുകൊണ്ട് തന്നെ ടോൾ പേ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന സ്ലിപ്പ് കയ്യിൽ വെക്കാൻ മറക്കരുത്. ഇവിടെയൊക്കെ വ്യൂ പോയിന്റ്സ് ഉണ്ട്. കാറൊക്കെ അവിടെ സൈഡിൽ പാർക്ക് ചെയ്ത് നിങ്ങൾക്ക് വ്യൂസൊക്കെ എൻജോയ് ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് റിലാക്സ് ചെയ്ത് ഇരിക്കാവുന്നതാണ് ഇവിടെയൊക്കെ. അങ്ങനെ നമ്മൾ ടോൾ ബൂത്തിലെത്തി. ഇവിടെ ടോൾ കൊടുത്തതിന് ശേഷം നമുക്ക് പോകാം.
ഇവിടെ ഇങ്ങനെ സൈഡിൽ തന്നെ കാർഡ് ടാപ്പ് ചെയ്യാനുള്ള മെഷീൻ ഉണ്ട്. അവിടെ കാർഡ് ടാപ്പ് ചെയ്താൽ മതി. നമ്മൾ 66 റാൻഡ്, അതായത് ഏകദേശം 350 രൂപയാണ് വരുന്നത് ടോൾ ചാർജ് വൺ വേക്ക്. ചാപ്മാൻസ് പീക്ക് ഡ്രൈവിൻ്റെ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആഫ്രിക്കയിലെ പുതിയൊരു ലൊക്കേഷൻ്റെ വിശേഷങ്ങളുമായി നമ്മൾ അടുത്ത എപ്പിസോഡിൽ വരുന്നതായിരിക്കും.